നമസ്കാരം. യുദ്ധത്തിൻ്റെ വെടിമുഴക്കം നമ്മുടെ അതിർത്തികളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് വെടിനിർത്തൽ നടക്കുമെന്ന് വാർത്തകൾ പ്രചരിക്കുന്നു. വെടിനിർത്തുന്നത് എൻ്റെ കൽപ്പന പ്രകാരമാണ്, ഞാൻ മുൻകൈ എടുത്തിട്ടാണ്, എൻ്റെ കച്ചവട ബുദ്ധി കൊണ്ടാണ് എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് വീമ്പിളക്കുന്നു. ഞാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് സൗമ്യമായി തിരിച്ചടിച്ചിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേണമെങ്കിൽ യുദ്ധം നിർത്തിയെന്ന് വരാം, അപ്പോഴും ഞങ്ങൾക്കൊരു ബാഹ്യശക്തിയുടെയും പിന്തുണ വേണ്ട, ഇടനിലക്കാർ വേണ്ട എന്ന് പറഞ്ഞിട്ടുമുണ്ട്. യുദ്ധം നിന്നെങ്കിൽ നല്ലത്, നിർത്താൻ തീരുമാനിച്ചാൽ നല്ലത്. പക്ഷേ യുദ്ധം അനിവാര്യമാണ്. ആവുന്ന കാലത്തോളം യുദ്ധം ചെയ്തേ തീരൂ. കാരണം ഇത് ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെയും സുരക്ഷയുടെയും പ്രശ്നമാണ്. ഇന്ത്യക്കകത്ത് നിരന്തരം നുഴഞ്ഞു കയറിയിട്ട് അന്യരാജ്യത്തിൻ്റെ പിന്തുണയോടെ ഭീകരവാദികൾ ഇന്ത്യക്കകത്ത് നുഴഞ്ഞു കയറിയിട്ട് നിരപരാധികളായ 26 ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ, കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോയ, സൗന്ദര്യം ആസ്വദിക്കാൻ പോയ, സമാധാനം നുകരാൻ പോയ, തണുപ്പ് നുകരാൻ പോയ ഇന്ത്യയിലെ 26 പാവങ്ങളായ മനുഷ്യരെ അന്യരാജ്യത്ത് നിന്ന് ആയുധങ്ങളുമായി കടന്നു കയറി വന്ന തീവ്രവാദികൾ അവർ ജാതി ചോദിച്ച്, മതം ചോദിച്ച്, ഇസ്ലാം അല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ, അമുസ്ലിമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊല ചെയ്തതിൻ്റെ കേസ് അതിഭീകരമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതാണ് കഴിഞ്ഞ കാശ്മീരിലെ സംഭവം. ഈ സംഭവത്തെ തുടർന്ന് തിരിച്ചടിച്ചേ തീരൂ എന്ന് ഇന്ത്യ തീരുമാനിച്ചു. ഇന്ത്യ ഉപദ്രവിക്കുന്നത്, തിരിച്ചടിച്ചത് പാകിസ്ഥാൻ ജനതയെയല്ല, പാകിസ്ഥാനിലെ പാവങ്ങളായ മനുഷ്യരെയല്ല, പാകിസ്ഥാൻ പട്ടാളത്തെ പോലുമല്ല. ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ കൃത്യമായി ഇസ്ലാമിക ഭീകരവാദികളുടെ താവളങ്ങൾ കണ്ടെത്തിയിട്ട് ആ താവളത്തെയാണ് ആക്രമിച്ചത്. ആ താവളങ്ങളാണ് തകർത്തത്. തിരിച്ചടിച്ചേ തീരൂ. അതിനെ തുടർന്ന് നിലനിൽക്കുന്ന പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങൾ എന്ന നിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളെ നിർവീര്യമാക്കലും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ. ഈ സമയത്ത് ജാതി മതഭേദമില്ലാതെ ദേശം ഒന്നായി നിൽക്കുകയും ഒരേ വികാരത്തോടെ പാകിസ്ഥാനെതിരായി ചിന്തിക്കുകയും ശബ്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കേരള നാടിന് അപമാനം ഉണ്ടാക്കുന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് ഒരു മലയാളി ചെറുപ്പക്കാരനെ പിടിയിലായിരിക്കുന്നു. ആ മലയാളി ചെറുപ്പക്കാരൻ 26 വയസ്സുള്ളയാളാണ്. നാഗ്പൂരിനടുത്ത് ലക്കാഡ് ഗനി ഹോട്ടലിൽ നിന്നാണ് പിടിച്ചത്. പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആളുടെ പേര് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അവൻ്റെ പേര് റിജാസ് സിദ്ദീഖ് എന്നാണ്. റിജാസ് എം ഷീബ സിദ്ദീഖ് എന്നാണ് മുഴുവൻ പേര്. അവൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നില്ല. ആയുധങ്ങളൊന്നും അല്ല പിടിച്ചെടുത്തത്. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖകളൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മരക്ഷ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾക്കെതിരാണ്. അവൻ്റെ കയ്യിലെ രേഖകൾ, അവൻ്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഇന്ത്യ വിരുദ്ധമാണെന്ന് മാത്രമല്ല പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അനുകൂലവുമാണ്. അവൻ അവകാശപ്പെടുന്നത് ഞാൻ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണെന്നാണ്, സ്വതന്ത്ര പത്രപ്രവർത്തകനാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പോലീസും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ് അവൻ്റെ സ്വതന്ത്ര പത്രപ്രവർത്തനം, ആരാണിവൻ എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തെ പക്ഷേ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരാൾ കൂടിയുണ്ട്. 2 പേര് ഒരുമിച്ചാണ് ഈ നാഗ്പൂരിൽ എത്തിയത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും മലയാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 3 പുസ്തകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 3 പുസ്തകങ്ങൾ ആണ് പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന്. 3 പുസ്തകങ്ങളാണ് അത്. ഒന്ന് പരേതനെ നമ്മൾ അർബൻ നക്സലൈറ്റ് എന്നൊക്കെ പേര് കേട്ട GN സായിബാബയുടെ പുസ്തകമാണ് ഒന്ന്. സായിബാബ തീർച്ചയായിട്ടും ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന, പലപ്പോഴും ഒരു നക്സലൈറ്റ് സമീപനം സ്വീകരിച്ചിരുന്ന സായിബാബയുടെ പുസ്തകമാണ് ഒന്ന്. 2 മാർസിസം ലെനിനിസത്തെക്കുറിച്ചുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതും ആ വഴിക്കുള്ളതാണ്. മാർസിസവും ലെനിനിസവും വളരെ താല്പര്യപൂർവ്വം ഒരു പുസ്തകം പോലെ, വേദപുസ്തകം പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് എന്ന് വേണം കരുതാൻ. 3 CPI മാവോയിസ്റ്റിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന CPIM വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകളും ലഘുലേഖകളും ഒക്കെ ഇവൻ്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണം ഈ ചെറുപ്പക്കാരൻ എന്ന് വേണം കരുതാൻ. പക്ഷേ പേര് മാത്രമേ അറിവായിട്ടുള്ളൂ. കേരളത്തിൽ ആരുമായിട്ടാണ്, എവിടുത്തുകാരനാണ് എന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇവൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ, പ്രത്യേകിച്ച് എക്സിൽ, ട്വിറ്ററിൻ്റെ പുതിയ പേരാണല്ലോ എക്സ് ഹാൻഡിലിൽ ഇവൻ യാതൊരു മറയുമില്ലാതെ ഈ യുദ്ധകാലത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന, പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ മുർദാബാദ്. ആലോചിച്ച് നോക്കൂ, ഏത് കാലത്താണ്
ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് എല്ലാ ജാതി മത ഭേദങ്ങളും മറന്ന് നമ്മുടെ പട്ടാളക്കാർ, പ്രത്യേകിച്ച് 2 വനിതാ പട്ടാള മേധാവികൾ, അവർ ഒരുമിച്ച് ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂർ അപമാനിതയായ ഇന്ത്യ, അപമാനിതയായ ഭാരത് മാത, ആ സ്ത്രീയുടെ ആ പ്രയോഗമൊക്കെ ശരിയാണോ, അത് സംസ്കാരമല്ലേ, അത് മതമല്ലേ എന്നൊക്കെ ചോദിച്ച് ഈ സമയത്ത് അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളിൽ. എന്ത് പ്രസക്തിയുണ്ട്? ഇന്ത്യൻ സംസ്കാരത്തെ നിർണായകമായൊരു ഘട്ടത്തിൽ ദേശീയമായ ഒരു ഉണർവിനും ഐക്യത്തിനും വേണ്ടി അത് ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ്? സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വജ്രജൂബിലിക്ക് 75ാം വാർഷികത്തിന് അമൃതോത്സവം എന്ന് പേരിട്ടപ്പോഴും പലരും ചോദിച്ചു, സ്വാതന്ത്ര്യം എന്ന രാഷ്ട്രീയ പ്രയോഗത്തോട് എങ്ങനെയാണ് അമൃതം എന്ന സാംസ്കാരിക പ്രയോഗം ചേരുന്നത്? ചേർത്താൽ എന്താണ് കുഴപ്പം? ചേരേണ്ട നേരത്ത് ചേരുംപടി ചേർത്ത് സംസ്കാരത്തെ രാഷ്ട്രീയവുമായി ഉത്ബോധിപ്പിക്കുകയും ചേർക്കുകയും കണ്ണി ചേർക്കുകയല്ലേ വേണ്ടത്? അതേ ചോദ്യം ഇവിടെയും പ്രശ്നമാണ്. ഓപ്പറേഷൻ സിന്ദൂരം എന്ന് പറയുന്നത് സംസ്കാരമല്ലേ? ആവട്ടെ. മതമല്ലേ? ധർമ്മമല്ലേ? ആവട്ടെ. അപമാനിതയായ ഒരു ഭാരത് മാതാവിൻ്റെ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഈ ശക്തയായ സുന്ദരിയായ വനിതയുടെ സിന്ദൂരം മായ്ച്ചു കളയാൻ, നമ്മുടെ തിലകം മായ്ച്ചു കളയാൻ, നമ്മുടെ അന്തസ്സ് മായ്ച്ചു കളയാൻ, നമ്മുടെ സൗന്ദര്യം ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നവനെതിരായി നടത്തുന്ന നീക്കമെന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ സിന്ദൂരം മായ്ച്ചവനും സിന്ദൂരം തകർത്തവനും എതിരായുള്ള നീക്കം എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ മുർദാബാദ് എന്ന മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ ആയുധമേന്തിയ ഫോട്ടോ, ഇവൻ 2 കൈയിലും തോക്കെടുക്കുന്ന ഒരു ഫോട്ടോ, അവൻ്റെ തന്നെ ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ലൈസൻസ് ടു ഡിഫെൻഡ് ആൻഡ് റെസിസ്റ്റ് എന്നാണ്. ലൈസൻസ്ഡ് ടു ഡിഫെൻഡ് ആൻഡ് റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ലൈസൻസ് ഉണ്ട്. അതാണ് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ, ഇന്ത്യ ആത്മാഭിമാനത്തിന് വേണ്ടി പൊരുതുമ്പോൾ ഇന്ത്യയെ തിരിച്ചടിക്കാൻ, അതാണ് ഇവൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ മുർദാബാദ് വിളിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ മുർദാബാദ് വിളിച്ചിട്ട് ഇവൻ 2 കൈയിലും ആയുധം എടുത്തിട്ട് ചിത്രം കൊടുത്തിട്ട് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ലൈസൻസ്ഡ് ടു ഡിഫെൻഡ് ആൻഡ് റെസിസ്റ്റ്. അങ്ങനെയാണ്. പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും എനിക്ക് ലൈസൻസ് ഉണ്ട്. ആരെ തിരിച്ചടിക്കാൻ? സ്വന്തം രാജ്യത്തിൻ്റെ നെഞ്ചത്തേക്ക് തിരിച്ചടിക്കാൻ. അതിന് ആയുധവും തൂക്കി നടക്കുന്ന പടം കൊടുത്തിരിക്കുന്നു ഇവൻ. തീർച്ചയായിട്ടും വെറുതെ അല്ലല്ലോ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒപ്പം അവൻ ഒരു മുറിവേറ്റ കുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട് അവൻ്റെ എക്സിൽ. മുറിവേറ്റൊരു കുട്ടിയുടെ പടം, മുറിവേറ്റ് ചോരയൊലിക്കുന്നൊരു കുട്ടിയുടെ പടം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ സേനയുടെ കൊലപാതകം കണ്ടോ? ഇന്ത്യൻ സേന നടത്തിയ കൊലപാതകം കണ്ടോ എന്ന് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ പൗരൻ അവൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, എന്നിട്ട് അവൻ പറയുന്നത് കുട്ടികളെ ആക്രമിക്കുന്നത് നീതിയാണോ എന്നൊരു ചോദ്യം ഏത് കാലത്താണ്? ആലോചിച്ച് നോക്കൂ. ഒരു യുദ്ധകാലത്ത് ഒരു കുട്ടിക്കും പരിക്കേൽക്കാതിരിക്കട്ടെ, യുദ്ധം തന്നെ ഇല്ലാത്ത ലോകം വരട്ടെ എന്ന് തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെയും പ്രാർത്ഥന. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടുത്തെ നിരപരാധികളായ കുട്ടികളും അമ്മമാരും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ സിവിലിയൻസിൻ്റെ, മനുഷ്യന്മാരുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി ഒരു രാജ്യം നടത്തുന്ന പോരാട്ടത്തിൻ്റെ സമയത്ത് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയുടെ പടം, മുറിവേറ്റ കുട്ടിയുടെ പടം കാണിച്ചിട്ട് ഈ കുട്ടികളെ ആക്രമിക്കുന്നത് നീതിയാണോ? അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളം ഏതെങ്കിലും തീവ്രവാദിയുടെ കേന്ദ്രത്തെ പാകിസ്ഥാനിലെ ഏതെങ്കിലും തീവ്രവാദ കേന്ദ്രം ആക്രമിക്കുമ്പോൾ തീവ്രവാദിക്കും മക്കളുണ്ടാകാം, ഏതെങ്കിലും ഒരു കുട്ടിക്ക് പരിക്കേറ്റിരിക്കാം, അത് രാജ്യത്തിനെതിരായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അപമാനകരമാണ് മലയാളത്തിന്. ഇങ്ങനെ ഒരാൾ കേരളത്തിൽ ഈ സമയത്ത് കേരളീയനായ ഒരാൾ പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ഒരാൾ ഉണ്ടായി എന്നതാണ് അപമാനം. അയാളെ നാഗ്പൂരിൽ വെച്ച് പിടിച്ചിരിക്കുന്നു. ആരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. എന്തു വന്നാലും എങ്ങനെ വന്നാലും ഈ രാജ്യദ്രോഹിയോട് പൊറുക്കാനാവില്ല. രാജ്യം പല തീവ്രവാദികളോടും സൗമ്യമായി വിചാരണക്കൊക്കെ അവസരമുണ്ട്. ഇങ്ങനെ ഒരാൾക്ക്, സത്യത്തിൽ ഇങ്ങനെ ഒരാൾ ഈ കേസിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇങ്ങനെ ഒരാൾ ഒരു രാജ്യം ഒരു കാരണവശാലും പൊറുക്കാൻ പാടില്ല. ഈ തീവ്രവാദിയെ വെറുതെ വിട്ടുകൂടാ എന്ന് പറയാൻ നമ്മളും ഉച്ചത്തിൽ ഇപ്പോൾ ഊർജം സംഭരിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.